പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങി കൊച്ചി. വൈകിട്ട് 5-ന് പ്രധാനമന്ത്രി എത്തും. റോഡ് ഷോയിലും യുവം 2023 പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും പ്രമുഖ വ്യക്തികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കർശന സുരക്ഷാ വലയത്തിലാണ് കൊച്ചി. കൊച്ചിയിൽ 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. പ്രതിഷേധമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ഡിജിപി അനിൽകാന്ത് അറിയിച്ചു. ഡിജിപിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അവിടെ VIP വിസ സംബന്ധിച്ചുള്ള കുറച്ച് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഒരു പ്രിവെന്റീവ് അറസ്റ്റ് നമുക്ക് കുറെ ആൾക്കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫോർമേഷൻ കിട്ടിയാൽ ബാക്കി ആൾക്കാരുണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. എല്ലാം പൂർത്തിയാണ്. നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് വളരെ ശക്തമായിട്ട് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ആസ്പെക്ട്സ് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് ഇൻപുട്ടുമുണ്ട്. ബാക്കി മെൻ പവറിന്റെ ഓഫീസർമാരുടെ നല്ലതായിട്ട് ഡിപ്ലോയ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ടോം കുര്യാക്കോസ് ഉണ്ട്, ശരണ്യ സ്നേഹജൻ, നവമി, ഡാനി പോൾ, സുവി വിശ്വനാഥനുമുണ്ട്. ആദ്യം ടോം കുര്യാക്കോസിലേക്ക്. ടോം, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ആദ്യത്തെ പരിപാടി യുവം പരിപാടിയിലേക്കാണ് റോഡ് ഷോയായി മോദി എത്തുന്നത്. എത്ര വലിയ ഒരുക്കങ്ങളാണ്, എത്ര വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ധന്യ, 2 ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം, അതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം. ടോമിലേക്ക് തിരിച്ചു വരാം. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എവിടെയാണ് നിൽക്കുന്നത്? കൊച്ചി ആകെ സ്തംഭിക്കുന്നു. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു. 5 മണിക്ക് അദ്ദേഹം കൊച്ചിയിലെത്തും. ആദ്യ പരിപാടി റോഡ് ഷോയാണ്. അതിനുശേഷം യുവം 2023, അതിനുശേഷം മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച. എങ്ങനെയാണ് കൊച്ചിയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ധന്യ, പ്രധാനമന്ത്രി 5 മണിയോടുകൂടി കൊച്ചിയിലെത്തും. നമ്മളുള്ളത് ഇപ്പോൾ വെണ്ടുരുത്തി പാലത്തിന് സമീപമാണ്. ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. വലിയ രീതിയിലേക്ക് ഒരു സംഘാടനത്തിലേക്ക് BJP എത്തിയിരിക്കുന്നു. നിരവധിയായ പ്രവർത്തകർ ഇവിടേക്ക് വരുന്നു. ഈ ഭാഗത്ത് നിന്ന്, അതായത് ഇതിനെ തൊട്ടപ്പുറത്ത് ഈ പാലത്തിനപ്പുറമാണ് നേവൽ അവരുടെ നാവിക വിമാനത്താവളം ഉള്ളത്. ഇവിടെ നിന്നാണ് അവിടെ വിമാനം ഇറങ്ങി അതിനുശേഷമാണ് ഇവിടേക്ക് റോഡ് ഷോയായി പ്രധാനമന്ത്രി എത്തുന്നത്. ഇവിടെ നിന്ന് 1.8 അത്ര ദൂരമാണ് റോഡ് ഷോയിലേക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ റോഡ് ഷോയ്ക്ക് പോകുമ്പോൾ ഇതിന് ഇരുവശവുമായിട്ട് നിരവധിയായ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ട് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ 5 മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുക, ഈ രീതിയിലേക്ക് കടന്നു പോകുക. പക്ഷെ അതിന് മുൻപായിട്ട് തന്നെ ഇവിടെ നിരവധിയായ പ്രവർത്തകർ ഇവിടെ റോഡിന് ഇരുവശവും എന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്നെത്തിയ പ്രവർത്തകർ, കുട്ടികളും സ്ത്രീകളും എല്ലാം ഉൾപ്പെടെ അവരുടെ ഒരു ബാഹുല്യം തന്നെ നമുക്ക് കാണാം. അങ്ങനെ പ്രധാനമന്ത്രിക്ക് നൽകുന്ന ഒരു വരവേൽപ്പ്, അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഒരു അവിസ്മരണീയമാക്കുന്ന രീതിയിലേക്ക്, വലിയ രീതിയിലേക്ക് കൊച്ചി മാറിയിരിക്കുന്നു. വലിയ രീതിയിൽ, വിപുലമായ രീതിയിൽ തന്നെ റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നു. ധന്യ, ഈ രീതിയിലേക്ക് പ്രവർത്തകരുടെ ഒരു ആവേശം അത്രത്തോളം ഈ തെരുവിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു. റോഡ് ഷോ നേരെ സമാപിക്കുന്നത് തേവരയിലെ യുവം 2023 വേദിയിലാണ്. തിരിച്ച് അവിടുത്തെ യുവം 2023 ശേഷമാണ് മതമേലധ്യക്ഷന്മാരുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച നടക്കുന്നത്. അതൊരുപക്ഷെ സെക്രട്ടറി ഹാർട്ട് അവിടെ തയ്യാറാക്കുന്ന പ്രത്യേക വേദിയിലോ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഐലൻഡിലെ ഹോട്ടലിലോ വെച്ച് ആയിരിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതിന്റെ ആ ഒരു വേദിയുടെ ഇടം ഇപ്പോഴും പൂർണ്ണമായിട്ട് നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ റോഡിന് ഇരുവശവുമായിട്ട് തന്നെ നിരവധിയായ പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ പ്രവർത്തകരുടെ ഒരു ആവേശവും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 3 മണിയാകുന്നതേയുള്ളൂ. 5 മണിയിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്, കൊച്ചിയിലേക്ക് എത്തുന്നത്. 5:00 റോഡ് ഷോ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിരവധി സ്ഥലങ്ങളിൽ നിന്നടക്കം ഒത്തിരി പേര് ഇവിടേക്ക് വന്നിരിക്കുന്നു. എവിടുന്ന സ്ഥലം എവിടെയാ? വൈക്കം. പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയിരിക്കുന്നു. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ ഞാൻ കാണാൻ.
ഇങ്ങനെ ആദ്യമായി കാണാനെത്തുന്നവർ ഒത്തിരി, അങ്ങനെ വലിയ ആവേശത്തിലേക്ക് കൊച്ചിയുടെ മുഖം മാറിയിരിക്കുന്നു. ഇവിടെയുള്ള ഈ തേവര പരിസര പ്രദേശങ്ങളെല്ലാം INS വെണ്ടുരുത്തിക്ക സമീപം മുതൽ തന്നെ ഇവിടെ നിന്ന് തേവര വരെ എത്തുന്ന ദൂരം 1.8 കിലോമീറ്റർ. ഈ ദൂരം അത്രയും 10,000-കണക്കിന് പ്രവർത്തകരാണ് ഇരുവശവും അണിനിരക്കുന്നത്. വലിയ വരവേൽപ്പ് അദ്ദേഹത്തിന് നൽകുന്നു. റോഡ് ഷോ അവിസ്മരണീയമായ ഒരു അനുഭവമാക്കി തീർക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് ഇവിടേക്ക് എത്താൻ മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന പ്രവർത്തകരെയും വഹിച്ചു കൊണ്ടുവരുന്ന ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്ത് പിന്നീട് തിരിച്ചു പോകുന്നു. എന്തായാലും ധന്യ, ഇതാണ് കൊച്ചിയുടെ ഇപ്പോഴത്തെ ദൃശ്യം. വലിയ ആവേശത്തിലേക്ക് പ്രധാനമന്ത്രി എതിരേൽക്കാൻ ആ ഒരു അന്തരീക്ഷം മാറിയിരിക്കുന്നു. ധന്യ, തിരിച്ചു വരാം. ടോം കുര്യാക്കോസും ശരണ്യ സ്നേഹജനും നവമിയും ചേരുന്നുണ്ട്. ടോം, യുവം പരിപാടി നടക്കുന്ന തേവര കോളേജിന്റെ അടുത്താണ് നിങ്ങൾ 3 പേരും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ യുവാക്കളെ, യുവം പരിപാടിയിലേക്കുള്ള ആളുകളെ അകത്തേക്ക് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ടോ? എത്രത്തോളം വലിയ സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്? 5 മണിയാണ് സമയം പറഞ്ഞിരുന്നത്. അതിനുശേഷം എപ്പോഴായിരിക്കും ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തുക? എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ധന്യ, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് യുവം പരിപാടി നടക്കുന്ന തേവര SH കോളേജിന് മുന്നിലാണ്. ആയിരക്കണക്കിന് പ്രവർത്തകർ, അതായത് BJPയുടെ യുവമോർച്ചയുടെയും പ്രവർത്തകർ, അതിനൊപ്പം ഈ യുവം പരിപാടിയിൽ പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ വേണ്ടി 10,000-കണക്കിന് യുവാക്കൾ, സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള യുവാക്കളും എത്തിയിട്ടുണ്ട്. പ്രധാനമായും BJP ലക്ഷ്യമിക്കുന്നത് കേരളത്തിലെ യുവ മനസ്സുകളെ കയ്യിലെടുക്കുക, അതായത് പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ യുവ മനസ്സുകളെ കീഴടക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. യുവാക്കളെ കേൾക്കുക, അവരുടെ ആവശ്യങ്ങൾ കാണുക. കേരളത്തിലെ തൊഴിലില്ലായ്മ ഉൾപ്പെടെ മറ്റു പല വിഷയങ്ങളും അവർ ഉയർത്തുന്നുണ്ട്. യുവാക്കളുടെ നേരിടുന്ന പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, മറ്റ് സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങൾ, രാഷ്ട്രീയപരമായ വിഷയങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം പ്രധാനമന്ത്രിയുമായി ഈ യുവാക്കൾ സംവദിക്കും. വലിയൊരു ഒരുക്കങ്ങൾ തന്നെ, അതായത് BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുമ്പോൾ പ്രധാനമായും അവർ യുവാക്കളുടെ വോട്ട്, അതായത് പുതുനിരയുടെ ഒരു വോട്ടാണ് BJP ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങൾ, ഹൈന്ദവ വോട്ടുകൾക്കൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളെയാണ് അവർ കേന്ദ്രീകരിക്കുന്നത്. ഈ അതോടൊപ്പം ഇന്ന് ഈ യുവം പരിപാടിക്ക് ശേഷം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയും ഉണ്ടാകും. ഈ 2 പരിപാടികളും BJPയുടെ ഔദ്യോഗിക പരിപാടിയല്ല, അതായത് BJP തന്നെ സംഘടിപ്പിക്കുന്നതാണെങ്കിൽ പോലും ഒരു BJPയുടെ ഒരു സ്വഭാവം, അതായത് ഈ സ്റ്റേജ്, ഈ കോളേജിനുള്ളിലേക്ക്, ക്യാമ്പസിനുള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ BJPയുടെ ഒരൊറ്റ പതാക പോലുമില്ല. അതായത് രാജ്യത്തിന്റെ ദേശീയ പതാക മാത്രമുള്ള ഒരു ദേശീയ വീക്ഷണത്തോടു കൂടിയുള്ള ഒരു പരിപാടി എന്നവർ പറയുന്നു. ഇതിന്റെ പുറത്ത്, അതായത് കോളേജിന് പുറത്ത് BJPയുടെ പതാകകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണാം ഇതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു രീതി, അതായത് BJPയുടെ ഒരു നിറം, കാവി നിറം അതിനകത്ത് കാണില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ ഒരു പുതിയ വികസന സ്വപ്നങ്ങൾ യുവാക്കളുമായി പങ്കുവയ്ക്കുന്നു എന്നത് തന്നെയാണ് അവർ പറയുന്നത്. മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ആശങ്കകൾ പരിഹരിക്കുക, അവരെ കേൾക്കുക എന്നതാണ്. പക്ഷേ ഒരൊറ്റ പരിപാടി, അതായത് വെണ്ടുരുത്തി പാലം മുതൽ ഈ തേവര വരെയുള്ള ഈ ഭാഗത്ത് ഒരു റോഡ് ഷോ ഉണ്ട്. 1.8 കിലോമീറ്ററാണ് റോഡ് ഷോ നടക്കുന്നത്. ഈ റോഡ് ഷോയുടെ എന്താണ് BJP ലക്ഷ്യം വെക്കുന്നത്? അവരുടെ ശക്തി പ്രകടനം തന്നെയാണ്. ഇപ്പോൾ നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, BJP പ്രധാനമായി ഇന്നത്തെ കൊച്ചിയിലെയും നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടികളിൽ ഏറ്റവും പ്രധാനം BJPയുടെ ഔദ്യോഗിക പരിപാടി എന്ന് പറയുന്നത് ഈ റോഡ് ഷോ ആണ്. അതായത് അവരുടെ പരമാവധി ശക്തി പ്രകടിപ്പിക്കുക. എത്ര പേർ പങ്കെടുക്കും, അതോടൊപ്പം എപ്പോഴാണ് തുടങ്ങുന്നത്, എങ്ങനെ ഉള്ള ഒരു പ്ലാനിംഗ് ആണ്, അതായത് കനത്ത സുരക്ഷയിലാണ് ഈ പരിപാടി, ഈ റോഡ് ഷോ നടക്കുന്നത്. റോഡ് ഷോയുടെ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ടോം പറഞ്ഞതുപോലെ തന്നെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായാണ് ഈ റോഡ് ഷോയെ അവർ ഒരുക്കിയിരിക്കുന്നത്. ഇത് BJPയുടെ ഒരു ശക്തി പ്രകടനം തന്നെയാണ്. വെണ്ടുരുത്തി പാലം മുതൽ SH കോളേജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് SH കോളേജിന് മുന്നിലാണ്. ഇവിടെ ഏകദേശം 1.8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. ഏകദേശം ഒരു 15,000 BJP പ്രവർത്തകരെയാണ് വോളണ്ടിയർമാരായി ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണുന്നത് പോലെ തന്നെ യുവം 2023 പരിപാടിയിൽ പങ്കെടുക്കാൻ യുവാക്കളെ കോളേജിന്റെ ഉള്ളിലേക്ക് കടത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ വോളണ്ടിയർമാരായിട്ട് ഒരുപാട് BJP പ്രവർത്തകർ ഒപ്പമുണ്ട്. നമുക്ക് ഇവിടെയോട് തന്നെ ചോദിക്കാം, ചേട്ടാ, എത്രമാത്രം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്?
നല്ലൊരു തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. അത് നല്ല രീതിയിലാണ് ഞങ്ങൾ നല്ല ഏതാണ് ഒരു 1 ലക്ഷത്തിലെ ആൾക്കാരും അതിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കണക്കൂട്ടൽ നോക്കിയിട്ട്. പിന്നെ നിങ്ങൾക്ക് കാഴ്ചയിൽ നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മൾ പറയണമെന്നല്ലല്ലോ. ബാക്കി ഇവിടുത്തെ വരുന്ന യൂത്ത് പിള്ളേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. ഇന്നത്തെ ഒരു ദിവസം വളരെ നിർണായക ഒരു ദിവസമാണ്. അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിലപ്പെട്ട കേരളത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പറയണ്ട. എന്ത് രീതിയിലാണ് ഇവിടുത്തെ പിള്ളേർക്ക് ജോലിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചേട്ടൻ ഏത് ജില്ലയിലുള്ള പ്രവർത്തകനാണ്? എറണാകുളത്ത് തന്നെയാണോ? ഞാൻ തൃപ്പൂണിത്തുറ ഉദയംപേരൂർ എന്ന് പറഞ്ഞ പ്രവർത്തകനാണ്. അതെ, അതായത് ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ 10 ക്ലസ്റ്ററുകളായാണ് ഈ ഒരു പ്രധാനമന്ത്രി വരുന്ന റോഡ് ഷോ ഈ ഒരു മേഖലയെ തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ ജില്ലകൾ, കേരളത്തിലുള്ള ഓരോ ജില്ലകളിൽ നിന്നും എത്തുന്ന ഓരോ പ്രവർത്തകരെയും ഓരോ ക്ലസ്റ്ററുകളിലാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ യുവാക്കൾ, പെൺകുട്ടികളും എല്ലാവരും തന്നെ കോളേജിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പഞ്ചാബിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി വരുന്ന റോഡ് ഷോയ്ക്കിടെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കണക്കിലെടുത്ത് തന്നെ ഇവിടെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 2500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കനത്ത സുരക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ സംബന്ധിച്ചുള്ള, അതായത് ആ പദ്ധതിയിൽ ചില പോലീസിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിരുന്നു. അത് പുറത്തുപോയത്, അത് ഈ സുരക്ഷാ പദ്ധതി പുറത്തുപോയത് ഉൾപ്പെടെ വലിയ വിവാദമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി ഉണ്ടാകുമെന്ന രീതിയിലുള്ള ഒരു കത്ത് BJP സംസ്ഥാന അധ്യക്ഷന് ലഭിച്ചിരുന്നു. പക്ഷെ അതൊരു പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു വ്യക്തിവിരോധത്തിന്റെ പുറത്തുണ്ടായ മറ്റൊരു വ്യക്തി, അതായത് ചെറിയൊരു വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലുണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിലാണ് ഇത്തരം കത്തയച്ചതെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും പോലീസ് അതീവ ഗൗരവത്തോടുകൂടി, വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാൻ കഴിയും. കാരണം നേരത്തെ DGP അനിൽകാന്ത് നേരത്തെ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. കനത്ത സുരക്ഷ, അതായത് സുരക്ഷാ ഭീഷണി ഉണ്ടാകാം, ഈ കോൺഗ്രസിന്റെ ഭാഗത്ത്, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കരുതൽ തടങ്കൽ, ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, ഏത് രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം? പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ രാവിലെ മുതൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഈ പ്രദേശം ഒക്കെ തന്നെയും. കാരണം നമുക്കറിയാം ആദ്യഘട്ടത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ചില ആക്ഷേപങ്ങൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് പോലീസിന്റെ വിന്യാസമടക്കമുള്ള കാര്യങ്ങൾ അത് ചോർന്നു പോയി എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അടക്കം പിന്നീട് നൽകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ നമുക്ക് DGP സംസ്ഥാന പോലീസ് മേധാവി തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ, ചില ഇടങ്ങളിൽ ചില പ്രശ്നങ്ങൾ, ചില പ്രതിഷേധത്തിനുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പശ്ചിമ കൊച്ചി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് ഭാരവാഹിത്വം അടക്കമുള്ള ആളുകളെ കരുതൽ തടങ്കലിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ എല്ലാ കാര്യങ്ങളും ആശങ്കയ്ക്ക് യാതൊരു വകയുമില്ല. എല്ലാ രീതിയിലും SPGയും ഒപ്പം തന്നെ കേരള പോലീസും ചേർന്ന് അത്തരത്തിൽ ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2600ഓളം പോലീസുകാരാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി ഈ പ്രദേശത്ത്, നമുക്കറിയാം വെണ്ടൂരത്തിൽ നിന്നാണ് ഈ ജാഥ തുടങ്ങുന്നത്. റോഡ് ഷോ ആരംഭിച്ച് 5 മണിയോടുകൂടി ആ വെണ്ടൂരത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഈ ഏരിയ, ഈ കടന്നു വരുന്ന ഏരിയ ആണെങ്കിൽ തന്നെയും കുറച്ച് കൺജസ്റ്റഡ് ആണ്. ആ ഏരിയകളിലൊക്കെ തന്നെയും ഇന്നലെ സംസ്ഥാനത്തിന്റെ, ഇപ്പോൾ നരേന്ദ്രമോദി എത്തുന്ന ഒരു പരിപാടിയാണ്, പ്രധാനമന്ത്രി എത്തുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ ഈ പരിപാടി കാണാനായി എത്തുന്നു. BJP പ്രവർത്തകർ ഈ പരിപാടി കാണാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലേക്ക് കടക്കുമ്പോൾ അത്തരത്തിൽ ധാരാളം ആളുകൾ കടന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിജപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. 15,000ഓളം ആളുകൾക്ക് മാത്രമാണ് ഈ 2 വശങ്ങളിലും നിന്ന് പരിപാടി കാണാനാവുക. അതിനപ്പുറത്തേക്ക് ആളുകളെ കടത്തിവിടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ 2023ലേക്ക് പങ്കെടുക്കാനായി എത്തേണ്ട ആളുകളുമുണ്ട്. അതുകൊണ്ട് ആ ആളുകളുടെ എണ്ണം ഒന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ 15,000 എന്ന കണക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം സാധാരണക്കാരായ ആളുകൾ വന്നിട്ടുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്.
അങ്ങനെ ചെറുപ്പക്കാരായ ആളുകൾ, കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഒക്കെ ഇപ്പോൾ ഈ പരിപാടി കാണാനായി ഘോഷയാത്രയിലൊക്കെ ഈ രീതിയിൽ പ്രധാനമന്ത്രിയെ കാണുക, ഒപ്പം തന്നെ ഈ പരിപാടികൾ പങ്കെടുക്കുക, അതിനൊക്കെ തന്നെയും ആളുകൾ ധാരാളമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രധാന കാര്യം എന്ന് പറയുന്നത് സുരക്ഷ തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുമ്പോൾ ആ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമാണ് എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ അറിയിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും കാണാം, പലതരത്തിലുള്ള ആളുകൾ പലയിടങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. അതിൽ പാർട്ടി പ്രവർത്തകരുണ്ട്, യുവാക്കളായ ആളുകളുണ്ട്, യുവതികളുണ്ട്, യൂത്തിന്റെ പ്രതീകമായി ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. ഒപ്പം ഈ സാധാരണ ജനങ്ങൾ, അതായത് പ്രധാനമന്ത്രിയെ കാണാനായി എത്തുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഒരു ക്രൗഡാണ്. എന്തായാലും ഇവരൊക്കെ മാനേജ് ചെയ്ത് തന്നെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ തന്മയത്വത്തോട് തന്നെ കൈകാര്യം ചെയ്താണ് കേരള പോലീസ് SPGയും ടോം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയായി തന്നെ ഈ പരിപാടികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരണി, അതോടൊപ്പം അറിയേണ്ടത് വാഹന ഗതാഗത ക്രമീകരണങ്ങളുണ്ട്. കൊച്ചി നഗരം വലിയ ഗതാഗത കുരുക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി തന്നെ കൃത്യമായ നിയന്ത്രണങ്ങൾ ടോം, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അത് വളരെ അത്യാവശ്യമായിട്ട് ജനങ്ങൾക്ക് അറിയേണ്ടതാണ്. കാരണം അത്യാവശ്യമായി പോകുന്ന ആംബുലൻസ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഈ വിവരങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം. യുവം പരിപാടി നടക്കുന്ന ഈ കോളേജിനകത്ത് നിന്ന് സുബി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുബി, അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? ആളുകളെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടോ? എത്രത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്? യുവം 2023 ഇപ്പോൾ വേദി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായും വേദി സജ്ജമായിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വേദിയിലേക്ക് എത്തും. ഏതായാലും 20,000-ഓളം യുവാക്കളെയാണ് ഇന്ന് യുവം 2003 പ്രതീക്ഷിക്കുന്നത്. 1.5 ലക്ഷത്തോളം പേർ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യുവജനങ്ങളെയാണ് ഈ പരിപാടിക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ യുവ മനസ്സ് എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ഈ വേദിയിലേക്ക് എത്തുക. റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി എത്തുക. ഏതായാലും ഈ വേദിയിലേക്ക് യുവാക്കളെ ഇപ്പോൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 20,000-ഓളം പേർ, കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ SH കോളേജ് ഗ്രൗണ്ടിൽ ഒന്നാകെ ഉള്ളത്. 2,060-ഓളം പോലീസുകാരെ മൊത്തത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിൽ ഏറിയ പങ്കും വിന്യസിച്ചിരിക്കുന്നത് ഈ SH കോളേജ് ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ട് നിറയെ ആളുകൾ ഉണ്ടാകും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആളുകളെ സുരക്ഷാ പരിശോധന നടത്തിക്കൊണ്ട് ആളുകളെ ഉള്ളിലേക്ക്, ഗ്രൗണ്ടിനകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുരക്ഷാ പരിശോധന, അതായത് ആളുകൾ മൊബൈൽ ഫോൺ മാത്രം ക്യാരി ചെയ്യാൻ പാടുള്ളൂ, കയ്യിൽ കരുതുവാൻ പാടുള്ളൂ എന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ രീതിയിൽ മൊബൈൽ ഫോണുകൾ മാത്രം അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാം, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, കോളേജ് വിദ്യാർത്ഥികളുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ വലിയ ഒരു യുവജന വിഭാഗം തന്നെയാണ് ഇതിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പൊരി വെയിലാണ്, നല്ല വെയിലുണ്ട്. ഈ വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജനപ്രവാഹം, ഒരു യുവജനങ്ങളുടെ പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കും. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലാണ് യുവം 2023 സംഘടിപ്പിക്കപ്പെടുന്നത്. BJP ഏറ്റവും ആശാവഹമായി എടുത്തു പറയുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയൊട്ടാകെ യുവ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുമെന്നാണ്. അത്തരത്തിൽ സംഘടിപ്പിക്കുന്ന യുവ കോൺക്ലേവിലെ ഏറ്റവും ആദ്യം സംഘടിപ്പിക്കുന്നത് കൊച്ചിയിലാണ്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം ഇന്ന് ഇവിടെ എത്തുന്ന യുവജനങ്ങളോട് പ്രധാനമന്ത്രി സംവദിക്കുകയും ചെയ്യും. ഏതായാലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ യുവജനങ്ങൾ, വികസന കാര്യത്തിൽ കേരളത്തിന്റെ യുവജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, സാമൂഹിക വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെയാണ് യുവജനങ്ങളെ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് നേരിട്ട് പ്രധാനമന്ത്രിയോട് സംസാരിക്കാം, അവരുടെ സംശയങ്ങൾ പറയാം, അവർക്ക് വികസന കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്, കേരളത്തിന് മാറ്റമുണ്ടാകുന്ന തരത്തിൽ എന്താണ് പറയാനുള്ളത് എന്നാണ് നരേന്ദ്രമോദി ചോദിക്കുക. ഏതായാലും ആളുകൾ, രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഈ ഒരു കോൺക്ലേവോടുകൂടി, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കോൺക്ലേവ് BJP സംഘടിപ്പിക്കുന്നത് എന്നാണ്. ഏതായാലും വലിയ ഭാഗമാണ് ഇവിടെ. നമുക്ക് ഇതിനോട് ചോദിക്കാം, വലിയ പ്രതീക്ഷയാണോ? എന്താണ് ചോദിക്കാനുള്ളത് പ്രധാനമന്ത്രിയോട്? തീർച്ചയായും വലിയ പ്രതീക്ഷയാണ്. ധാരാളം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ഇത് യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണല്ലോ, യുവം കോൺക്ലേവ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിനാണ് അദ്ദേഹത്തിന് ഞങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. വളരെയധികം
സുവിയിലേക്ക് തിരിച്ചു വരാം. സുവി, അവിടെ ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളോട് സംസാരിക്കുകയാണ്. ടോം കുര്യാക്കോസ് വീണ്ടും ചേരുന്നുണ്ട്. ടോം, കർശന സുരക്ഷാ വലയത്തിലാണ് കൊച്ചിയുള്ളത്. കൊച്ചിയിൽ 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. പക്ഷെ പലയിടങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് പോലീസിന്റെ ശ്രദ്ധ അതിലേക്കുള്ളത്? ധന്യ, ഈ യുവം പരിപാടിയിൽ പ്രധാനമന്ത്രി സംവദിക്കുന്ന യുവം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ, സിനിമാ രംഗത്തുള്ളവർ, മറ്റ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ, വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരാണ്. IT രംഗത്ത് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വിവിധ പ്രൊഫഷണലുകൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അല്പസമയം മുമ്പാണ് നടി നവ്യ നായർ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. നവ്യ നായരുടെ ഒരു നൃത്ത പരിപാടി നടക്കുന്നുണ്ട്. വിജയ് യേശുദാസ് അതോടൊപ്പം ഉൾപ്പെടെയുള്ള വിവിധ താരങ്ങൾ, അതായത് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ ഉൾപ്പെടെയുള്ള താരങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ധന്യ ചോദിച്ചതുപോലെ ഈ പരിപാടിക്ക് അത് കനത്ത സുരക്ഷയുണ്ട്. പക്ഷെ ആ സുരക്ഷയ്ക്കിടയിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം അല്പസമയം മുൻപ് ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ഈ പരിപാടി നടക്കുന്ന യുവം പരിപാടി നടക്കുന്ന വേദിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച ഉണ്ടായി. ഇപ്പോൾ നവമി ദിനേശ് ചേർന്നു. നവമി, അല്പസമയം മുമ്പാണ് ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടായത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? അതായത് പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ട് പോലും ഇത് ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണോ സംഭവിച്ചത്? നമുക്ക് സുരക്ഷാ വീഴ്ചയായി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ എത്തുന്ന ഒരു സാധാരണ ഒരു പ്രവർത്തകനെ പോലെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയതിനു ശേഷം മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയായിരുന്നു. ഉടൻ തന്നെ BJP പ്രവർത്തകർ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും ചെറിയ ഒരു കയ്യാങ്കളി ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഉടൻ തന്നെ പോലീസ് കൃത്യമായി ഇടപെട്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. തുടർന്ന് സംഘർഷാവസ്ഥ സാധ്യതകളെല്ലാം കഴിഞ്ഞ് പോലീസ് വീണ്ടും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ കോളേജിലെ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ ഈ പ്രധാന വേദിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഒപ്പം തന്നെ പോലീസും കർശനമായ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം, എവിടെന്നാ വരുന്നത്? പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ വേണ്ടി റെഡിയായിട്ട് വന്നിരിക്കുകയാണോ? ഇല്ല. ചോദ്യം വല്ലതും ചോദിക്കുന്നുണ്ടോ? ഇല്ല. എന്താ പേര്? സൂരജ്. പേരെന്താ? യദുകൃഷ്ണൻ. ഓക്കെ. ഏത് സ്കൂളിൽ നിന്നാ? ഞങ്ങൾ അമൃത ITI പുതിയാവ്. പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നുണ്ടോ? അവസരം കിട്ടിയ ചോദിക്കും. അതെ, തീർച്ചയായും. പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുമായി സംവദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ യുവാക്കൾ അല്ല, ഇപ്പൊ കേരളത്തിലെ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടെയാണ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി യുവാക്കളുമായി സംവദിക്കാൻ വേണ്ടി യുവം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം, അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ തുറന്നു പറയാൻ ഒരു അവസരം കിട്ടുമെന്നാണ് പ്രതീക്ഷ? അങ്ങനെയുണ്ട്. പിന്നെ ഈ ഡ്രഗ്സിന്റെ എതിരെ പറയുമ്പോൾ കേരളം ഇപ്പം ഡ്രഗ്സിന്റെ എതിരെ ഇപ്പൊ നടക്കുക. ഏറ്റവും കൂടുതൽ കഞ്ചാവൊക്കെ എല്ലായിടത്തും പിടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുറവ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി ഒന്ന് മാറ്റാം, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി പ്രധാനം. ഈ നരേന്ദ്രമോദിക്ക് കീഴില് വലിയൊരു പ്രതീക്ഷ, യുവാക്കൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. അതാണ് പറയുന്നത്. നരേന്ദ്രമോദിക്ക് കീഴിൽ വലിയ പ്രതീക്ഷയാണ് ഇവിടുത്തെ യുവാക്കൾ വെക്കുന്നത്. കാരണം പല മാറ്റങ്ങൾ, വികസനങ്ങൾ ഉൾപ്പെടെ ഇവർക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം വിവിധ മേഖലകൾ, ഇപ്പൊ തന്നെ നവമി ദിനേശ് വീണ്ടും ചേർന്നു. നവമി, മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവിധ വിഭാഗങ്ങൾ, അതായത് വിദ്യാർത്ഥികളുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, കലാകാരന്മാരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ഒരു പ്രതീക്ഷ? ഈ ഒരു നരേന്ദ്രമോദിയുമായി അവർ സംവദിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്? ടോം പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊപ്പം അവന്തിക ചേരുന്നു. അവന്തികയോട് തന്നെ ചോദിക്കാം. അവന്തിക ഒപ്പം തന്നെ ഒരു യുവമോർച്ച പ്രവർത്തകയും കൂടിയാണ്. അവന്തിക, എത്രമാത്രം പ്രതീക്ഷയുണ്ട് പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ? കാരണം നല്ല പ്രതീക്ഷയുണ്ട്. കാരണം കമ്മ്യൂണിറ്റിയുടെ കുറച്ച് ഉന്നമനം, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സംരക്ഷണവും ലോയും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ടും എല്ലാം കൊണ്ടുവന്നത് മോദി ഗവൺമെൻറ്റാണ്. സോ നല്ലൊരു പ്രതീക്ഷയുണ്ട് കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ് മെയിൻ സ്ട്രീമിലേക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരാനും മോദി ഗവൺമെൻറ് നമുക്കൊരു കൈത്താങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നുണ്ടോ?
അവസരം കിട്ടിയാൽ ചോദിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. എന്തായിരിക്കും ചോദിക്കാനുള്ളത്? കമ്മ്യൂണിറ്റിയുടെ ഇപ്പോൾ നമുക്ക് ലോഡ് സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ അത്തരം നിയമനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് ഗവൺമെന്റ് തലങ്ങളിലെ റിസർവേഷൻ സംബന്ധിച്ച കാര്യങ്ങളാണ് ചോദിക്കുന്നത്. താങ്ക് യു. അവന്തിക പറഞ്ഞതുപോലെ തന്നെ ഓരോ മേഖലയിലുള്ളവർക്കും അവരവരുടേതായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് പ്രധാനമന്ത്രിയോട്. യുവം 2023 എന്ന് പറയുമ്പോൾ തന്നെ യുവാക്കളുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ചയാണ്. രാജ്യത്തിന്റെയും ഒപ്പം കേരളത്തിന്റെയും വികസനത്തിന് യുവാക്കൾക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനുള്ളത് എന്ന ഒരു മറുപടിക്കായി പ്രധാനമന്ത്രി ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഏകദേശം ഒരു 3:30 ആകുന്നു. 5 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നാവികസേന വിമാനത്താവളത്തിൽ എത്തുക. അവിടെ നിന്ന് 6 മണിക്കാണ് ഈ കോളേജിലേക്ക് എത്തുക. റോഡ് നീളെ പ്രധാനമന്ത്രി എത്തുന്ന വഴി നീളെ കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നതിനായ റോഡ് ഷോയും ഉണ്ട് പ്രധാനമന്ത്രിയുടെ. അത് ടോം ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പ്രധാനമന്ത്രിയെ കാണാനും അവരോട് ചോദ്യം ചോദിക്കാനുമായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ധന്യ, അത് തന്നെയാണ്. കാരണം ഈ യുവം പരിപാടി വളരെ കളർഫുൾ ആക്കാൻ വേണ്ടി BJP പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകർ ഒരുങ്ങിയിട്ടുണ്ട്. കനത്ത സുരക്ഷയ്ക്ക് നടുവിലാണ്. BJP തന്നെ പറയുന്ന അവകാശപ്പെടുന്നത് BJPയുടെ അനുഭവമുള്ളവർ മാത്രമല്ല, സമൂഹത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾ പെടുന്നവരും രാഷ്ട്രീയ കക്ഷികളിൽ വിശ്വസിക്കുന്നവരും ഈ പരിപാടിയിൽ. ശരി ടോം, ഞാൻ തിരിച്ചു വരാം. ഡാനി ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി ഇപ്പോൾ ഉള്ളത് ഈ റോഡ് ഷോ ആരംഭിക്കുന്ന സ്ഥലത്താണെന്ന് കരുതുന്നു. അവിടെ വിഷ്വൽസിൽ തന്നെ നമുക്ക് കാണാം വലിയ രീതിയിൽ ജനം തിങ്ങിക്കൂടുന്ന സാഹചര്യത്തിലേക്ക് നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ ആളുകൾ കൂടുതൽ അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇവരെ ക്രമീകരിച്ചിരിക്കുന്നത്? വലിയ ആഘോഷത്തിലേക്ക് കടന്ന ഒരു പ്രതീതിയാണോ സ്ഥലത്തുള്ളത്? ധന്യ, ഇപ്പോഴുള്ളത് നമ്മുടെ നാവികസേന വിമാനത്താവളത്തിന് അടുത്തുള്ള റോഡ് ഷോ ആരംഭിക്കുന്ന ആ സ്ഥലത്താണ് നമ്മളുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പൂരം, അത് അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയിലേക്കാണ് മൊത്തം കാര്യങ്ങൾ പോകുന്നത്. അത്ര കണ്ട് ആവേശഭരിതമായിട്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന വലിയ പുരുഷാരമായിട്ട് ഇത് രൂപപ്പെട്ട് കഴിഞ്ഞു. 3 മണി കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ 5 മണി കഴിഞ്ഞ് എത്തുന്ന പ്രധാനമന്ത്രി വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലേക്ക് പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തകർ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എവിടെയും BJPയുടെ പതാകകൾ പാറുന്നു, വലിയ ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അദ്ദേഹത്തിനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്ക്, വലിയൊരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയിലേക്ക് അടക്കം മാറുന്നു. നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പല രീതിയിലുള്ള കലാരൂപങ്ങളടക്കം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് മട്ടാഞ്ചേരി ആ ഭാഗത്തു നിന്നുള്ള കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. ഇവിടെ ഗാന്ധിയ നൃത്തം അടക്കമുള്ള കലാരൂപങ്ങൾ, ഗുജറാത്ത് സമൂഹത്തിന്റെ തനത് കലാരൂപങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വീരാംഗന എന്ന പേരിൽ കളരി അഭ്യാസം നടത്തുന്ന അവർ കൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവാതിരയുടെ ഓരോ പ്ലോട്ട് ഒരു വഴിക്കുണ്ട്. അങ്ങനെ വിവിധമായ കലാരൂപങ്ങൾ ഇതെല്ലാം തന്നെ അണിചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് വിപുലമായ ഒരു സ്വീകരണം നൽകുന്നതിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത്. പലരും തന്നെയും മട്ടാഞ്ചേരി മനസ്സിലാവില്ല. ഇപ്പൊ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നു. കാത്തിരിക്കണം. ആവശ്യമുണ്ട്, നല്ല ഇഷ്ടമുണ്ടാവും, ഭയങ്കര ഇഷ്ടമുണ്ടാവും. ഫേവറേറ്റ് ഹീറോ ഉണ്ട്. മോദി. വെരി ഹാപ്പി. We want to meet you. We want to second him. Modi. 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 Gujarati. Gujarati. Modi. Modi. I am Gujarati. My Prime Minister is Gujarati. I want Gujarati. I am Narendra Modi. ധന്യ വളരെ ആവേശപൂർവ്വം
കൊച്ചിയുടെ ഗുജറാത്തി സമൂഹമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവർ വളരെ അഭിമാനത്തോടെ മോദിയെക്കുറിച്ച് പറയുന്നു, പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്നു. അവരുടെ ഒരു അഭിമാനത്തിന്റെ പ്രതീകമായ അദ്ദേഹം മാറുന്നു. നേരത്തെയും പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനത്തിനെല്ലാം തന്നെയും ഇവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ അവർ തെരുവുകളിൽ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ അത് പരസ്യമായി അദ്ദേഹം റോഡ് ഷോയിലേക്ക് വരുമ്പോൾ അവരുടെ ആദരവ്, ആവേശം ഇതെല്ലാം തന്നെ പ്രകടിപ്പിക്കാനായിട്ട് അവര് ഒന്നടങ്കം ഈ തെരുവുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു ആഘോഷ പരിപാടികളിലേക്ക് അടക്കം തന്നെ ഈ കൊച്ചിയുടെ തെരുവുകൾ മാറുന്നു. നമ്മൾ ഈ കാണുന്നത് ഗുജറാത്തി സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്നവരുടെ ആ ഒരു ദൃശ്യങ്ങളാണ് കൂടുതലായും ഇവിടെയുള്ളത്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരും തന്നെ ഈ റോഡിനെ ഇരുവശവുമായിട്ട് തന്നെ തമ്പടിച്ചിരിക്കുന്നു. അങ്ങനെ വളരെ പ്രധാനമന്ത്രി എത്തുമ്പോൾ ആവേശകരമായ ഒരു വരവേൽപ്പ് നൽകുക, റോഡ് ഷോ എന്നത് അവിസ്മരണീയമാക്കി മാറ്റുക എന്ന രീതിയിലേക്കാണ് കൊച്ചിയിലെ തെരുവ് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡിന് ഇരുവശവും പ്രവർത്തകരെ കൊണ്ട് ഇതിനകം തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ധന്യ. കൊച്ചി കനത്ത സുരക്ഷയിലാണ്. പ്രധാനമന്ത്രി 5 മണിയോടുകൂടി കൊച്ചിയിലെത്തും. അതിനുശേഷം റോഡ് ഷോ നടക്കും. 6 മണിയോടുകൂടി തേവര കോളേജിലെ യുവൻ 2023 പരിപാടിയിൽ പ്രധാനമന്ത്രി എത്തും. അത് കഴിഞ്ഞ് അദ്ദേഹം ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. റോഡ് ഷോയാണ് ആദ്യം. പ്രധാനമന്ത്രി 5 മണിയോടെ കൊച്ചിയിലെത്തും. അതിനുശേഷം യുവം പരിപാടിയിൽ പങ്കെടുക്കും. തിരിച്ചെത്താം, ഇടവേള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു കൊച്ചി. അല്പസമയത്തിനകം 5 മണിയോടുകൂടി പ്രധാനമന്ത്രി കൊച്ചിയിലെത്തും. ശേഷം റോഡ് ഷോയിൽ പങ്കെടുക്കും. യുവം പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടാകും. വലിയ തിരക്കാണ് റോഡിലുണ്ടായിരിക്കുന്നത്. റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ നിന്ന് ആരംഭിച്ച് 1 കിലോമീറ്റർ അധികം റോഡ് ഷോ നടക്കും. അതിനുശേഷം യുവം പരിപാടി നടക്കുന്ന തേവര കോളേജിലേക്ക് പ്രധാനമന്ത്രി എത്തും. 6 മണിയോടുകൂടി അവിടെ പരിപാടികൾ ആരംഭിക്കും. 2 ദിവസത്തിനായുള്ള സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. ഇപ്പൊ അല്പസമയം മുൻപും പ്രധാനമന്ത്രിയുടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായി. അല്ല, അതൊരു സുരക്ഷാ ഒരു മനോരോഗി വന്നിട്ട് ഇവിടെ എന്തോ കാണിച്ചത്, അതിലൊന്നും ഒരു അർത്ഥമില്ല. കേരളം ആകെ നരേന്ദ്രമോദിജിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, വഴി നീളെ കൊച്ചുകുട്ടികളടക്കം അമ്മമാരും വൃദ്ധന്മാരും എല്ലാവരും മോദിജിയെ കാണാൻ 2 മണിക്കൂർ മുമ്പ് തന്നെ കാത്തു നിൽക്കുകയാണ്. യുവത്തിന്റെ ഗ്രൗണ്ടിൽ ഇപ്പൊ ഏതാണ്ട് ഗ്രൗണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇനിയും 10,000-കണക്കിന് ചെറുപ്പക്കാർ ഈ പരിപാടി കഴിയുമ്പം കേരളത്തിലെ യുവാക്കളുടെ മനസ്സ് മാറുമെന്ന് ഉറപ്പല്ലേ? കേരള യുവതയുടെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു പരിച്ഛേദം ഇവിടെ എത്തിക്കഴിഞ്ഞില്ല. എല്ലാവരും ഉണ്ടല്ലോ. വിദ്യാർത്ഥികള്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, കായിക കല, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെല്ലാം അങ്ങനെ ഒഴുകി എത്തുകയാണ്. ഇതൊന്നും സംഘാടകരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് യുവാക്കൾ ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്നത്. അതൊരു മാറ്റത്തിന് തുടക്കമായി മാറിക്കഴിഞ്ഞു. കേരളം മാറുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മോദിയെ വരവേൽക്കാൻ BJP നേതാക്കളും എത്തിയിരിക്കുന്നു. യുവം പരിപാടിക്ക് ശേഷമാണ് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. ടോം കുര്യാക്കോസ് വീണ്ടും ചേരുന്നു. ടോം, മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയുണ്ട് പ്രധാനമന്ത്രിയുടേത്. എത്ര സമയത്തോടുകൂടിയായിരിക്കും കൂടിക്കാഴ്ച നടക്കുക? എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തുന്നത്? എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ധന്യ, SH കോളേജിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നടക്കുന്ന തേവര SH കോളേജിൽ നടക്കുന്ന യുവം പരിപാടിക്ക് ശേഷം രാത്രി 7:30 ശേഷമാണ്
താജ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നു. നമുക്കറിയാം ഈ വരുന്ന കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ഡൽഹിയിലെ ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കുന്നു. അതേ ദിവസം തന്നെ കേരളത്തിലെ അരമനകളിലും അതോടൊപ്പം തന്നെ ക്രൈസ്തവ ഭവനങ്ങളിലും BJP നേതാക്കളുടെ പര്യടനം നടക്കുന്നു. ഇതൊരു അതായത് കൃത്യമായും ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള BJPയുടെ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയായിരുന്നു ഇത്. സമാനമായ ഒരു അവസ്ഥയാണ്, സമാനമായ ഒരു നീക്കം തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി കൊച്ചിയിലും മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലും അതേ തന്ത്രം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിലെ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രധാനമന്ത്രിക്ക് കീഴിൽ നരേന്ദ്രമോദിക്ക് കീഴിൽ ഒരു സുരക്ഷിതരാണ്, അവർക്കൊരു അരക്ഷിതമായ ഒരു അവസ്ഥയില്ല എന്ന് നേരത്തെ തന്നെ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞിരുന്നു. സമാനമായ ഒരു രീതിയിലുള്ള നിലപാടുകളായിരുന്നു മറ്റ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും മെത്രാപ്പൊലിത്തമാരും പങ്കുവച്ചത്. അതേ രീതിയിൽ തന്നെ അതായത് അവരുടെ ആശങ്ക അകറ്റുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, കർഷകരുടെ വിഷയങ്ങളാണ് പ്രധാനമായി ഉയർത്തുന്നത്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി നേരത്തെ പറഞ്ഞത് റബ്ബറിന് 300 രൂപയാക്കുകയാണെങ്കിൽ BJPക്ക് ഞങ്ങളൊരു സീറ്റ് നൽകാം. അതേ രീതിയിലുള്ളൊരു വാഗ്ദാനം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതായത് BJPയുമായി ഒരു ലേസനിങ്ങിന് അവർ തയ്യാറാകുന്നു. അതായത് തങ്ങൾക്ക് ലഭിച്ചാൽ കർഷകരുടെ വിഷയത്തിലും മറ്റു പ്രശ്നങ്ങളിലും പരിഗണന ലഭിച്ചാൽ തിരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടെ സീറോ മലബാർ സഭയുടെ മെത്രാപ്പൊലിത്തമാരുടെ ആശങ്കകൾ മാത്രമാണ് കണ്ടത്. ഇവിടുത്തെ ലത്തീൻ സഭ, അതായത് ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, തീരദേശത്തുള്ളവരുടെ പ്രശ്നം, ഈ പ്രശ്നങ്ങളിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഒരു ശ്രദ്ധ എത്തിയിട്ടില്ല എന്ന് ക്രൈസ്തവ വിഭാഗം, പ്രത്യേകിച്ച് ലത്തീൻ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. അദ്ദേഹവും ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാർ ഈ വിവിധ വിഷയങ്ങൾ, അതായത് ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, അതോടൊപ്പം ക്രൈസ്തവ വിഭാഗം രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികൾ, സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നും ക്രൈസ്തവ ദേവാലയങ്ങൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും നേരെ ആക്രമണം ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ അവർ ചൂണ്ടിക്കാണിക്കും. ആ ആശങ്ക പരിഹരിക്കുകയാണെങ്കിൽ ഞങ്ങൾ BJPയുമായി ഒരു വിശാലമായ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു നിലപാട് തന്നെയായിരുന്നു ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഉള്ളത്. പക്ഷേ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിലെ 4 ലോക്സഭാ മണ്ഡലങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, അതോടൊപ്പം പാലക്കാട്. അതിൽ ഈ പാലക്കാട് ഒഴികെ മറ്റ് 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക്, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സാമാന്യ സ്വാധീനമുള്ള മേഖല. പക്ഷെ അവിടെ തിരുവനന്തപുരം BJP വലിയ പ്രതീക്ഷ വെക്കുമ്പോഴും ലത്തീൻ സഭ ഇപ്പോഴും BJPയുടെ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ വിഷയവും അതോടൊപ്പം വടക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന, ദേവാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സീറോ മലബാർ സഭ, മറ്റു മലങ്കര സഭകളും അത്തരമൊരു ആശങ്ക അവർക്കില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം വടക്കേന്ത്യയിലല്ല ഈ സഭകൾ പ്രവർത്തിക്കുന്നത്, കേരളത്തിലാണ്. കേരളത്തിൽ അത്തരം ഒരു പ്രശ്നം ഇല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ച അത് BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ക്രൈസ്തവ സഭകൾ എന്ത് നിലപാടെടുക്കും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യവും. ധന്യ. നന്ദി ടോം. ഇടവേള.